ഇപ്പം നമ്മളൊരു കുടത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് കുറേ ബോട്ടിലാക്കി എന്ന് വെക്കുക. ഉരുണ്ട ബോട്ടിൽ, പരന്ന ബോട്ടിൽ, ചതുരത്തിലുള്ള ബോട്ടിൽ, ഇങ്ങനെ കുറേ ബോട്ടിലാക്കി വെച്ചു. അപ്പം അതിനകത്തുള്ള വെള്ളം ഏതാണോ പാത്രം, ആ പാത്രത്തിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഉരുണ്ടത്, പരന്നതെന്നൊക്കെ പറയാം, ഒക്കെ വേറെ വേറെയാണെന്നും പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് വേറെ വേറെയാണോ? അല്ല, അതുള്ള. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ എല്ലാ പാത്രത്തിലും ഭിന്നമായി കാണപ്പെടുന്നത് എന്താണോ അതാണ് ജലം എന്ന് പറയുന്നത് പോലെ കാണപ്പെടുന്ന വസ്തുക്കൾ, ഏതൊരു ചൈതന്യമാണോ വസ്തുക്കളായിട്ട് പ്രകടമാകുന്നത് അത് ബ്രഹ്മം. വസ്തു ഉണ്ട് എന്ന് നമുക്ക് അനുഭവമുണ്ടോ? ഉടനെ നമ്മൾ നോക്കണം അതിൻ്റെ കാരണം എന്താണ്, ആധാരം എന്താണ്. എല്ലാം ഒന്നായിട്ട് കാണും. ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വേദാന്ത പഠനം, ഉപനിഷത്ത് പഠനമാകുമ്പം ചിന്തകളിലൂടെയാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. മുന്നിലൊരു വസ്തു ഉണ്ടോ? ഈശ്വരനുണ്ട്. സിമ്പിളാണ് കാര്യം. അതെന്തു ആയിക്കോട്ടെ. അപ്പോൾ വിഗ്രഹത്തിലാണോ ഈശ്വരൻ? വിഗ്രഹത്തിലും ഈശ്വരനുണ്ട്. വിഗ്രഹത്തിനെ പൂജിക്കുന്ന ഈ ഉപകരണങ്ങൾ, പൂജാതി ഉപകരണങ്ങളിൽ അതിലും ഈശ്വരൻ തന്നെ. നിവേദ്യ അതിലും ഈശ്വരൻ തന്നെ. പൂജിക്കുന്ന പൂജാരി അതും ഈശ്വരൻ തന്നെ. ആർക്കു വേണ്ടിയാണോ പൂജിക്കുന്നത് അതും ബ്രഹ്മം തന്നെ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം നമ്മൾ ഭോജന മന്ത്രം എന്ന് പറയും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഹോമകുണ്ഡമായതും അഗ്നിയായതും അഗ്നിയിലേക്ക് ഹോമിക്കുന്ന നിവേദ്യമായതും പൂജിക്കുന്ന ആളും ചുറ്റുള്ള ആൾക്കാരും പൂജാതി എല്ലാം ബ്രഹ്മമാണ്. ഇത് നമ്മൾ ഈ തത്വം ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഇതല്ലാതെ എന്താ ഉള്ളത് നമ്മളുടെ ജീവിതത്തിൽ? കാലം, ദേശം, വസ്തു, ഇതാണ് നമ്മൾ ഇടപെടുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈശ്വരനിലാണ്. നമ്മളുടെ അറിവില്ലായ്മ, അജ്ഞാനം കാരണം ഞാൻ ഈശ്വരനിലല്ല, ഈശ്വരൻ എവിടെയോ ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. എപ്പോൾ നമ്മൾ ഈശ്വരന് അകന്നു തോന്നുന്നു അന്ന് ദുഃഖം. ഞാൻ വേറെ നീ വേറെ കണ്ട പ്രശ്നമാണ്. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബധമുണ്ടാവതല്ല മമ, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏകത്വത്തിൽ മാത്രമേ ആനന്ദമുള്ളൂ, ഏകത്വത്തിൽ മാത്രമേ പൂർണ്ണതയുള്ളൂ. ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അപ്പൊ ഈ തത്വങ്ങൾ മൂന്നും പറഞ്ഞു തന്നു. ബ്രഹ്മവിദാപ്നോതി പറയും. ഇത് മൂന്നും മനസ്സിലാക്കിയ വ്യക്തി അവൻ എല്ലാം നേടിക്കഴിഞ്ഞു. അപ്പൊ ജീവിതത്തിന് മുമ്പ്, ജീവിതത്തിന് ശേഷം അങ്ങനെയൊന്നുമില്ല. കാലത്തിന്റെ അതിരുകളില്ല. അവിടെയാണ് നമ്മൾ ജന്മമരണങ്ങൾ ഉണ്ടായോ എന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്നത്. അതോ ഇതൊക്കെ വിവർത്തമാണോ, താൽക്കാലികമായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നതാണോ? ഇതിൻ്റെ അടുത്ത തലമാണ്. സുഖവും ദുഃഖവും എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണോ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. എപ്പോഴും ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ സമയവും ഓരോ നിമിഷവും കാലം, ദേശം, വസ്തു പരിച്ഛേദ ശൂന്യമായിട്ട് എന്താണോ ഉള്ളത് അത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലാണ് കാലം, ബ്രഹ്മത്തിലാണ് വസ്തു, ബ്രഹ്മത്തിലാണ് ദേശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് കാലമായി കാണപ്പെടുന്നത്, ബ്രഹ്മം തന്നെയാണ് ദേശമായി കാണപ്പെടുന്നത്, ബ്രഹ്മം തന്നെയാണ് വസ്തുവായി കാണപ്പെടുന്നത്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എപ്പോഴും ഈശ്വരനിലാണ്, ഞാൻ ഈശ്വരനാണ്, ഈശ്വര ചൈതന്യത്തിലാണ് ഞാനെന്ന ബോധം ഉണ്ടാവുന്നതും ദേഹം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും ഇല്ലാണ്ടാവുന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഞാൻ വേറെ 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 എന്ന് ചിന്തിക്കുന്നത്. അതെനിക്ക് ദുഃഖത്തിന് കാരണമാകുന്നു. അപ്പോൾ എൻ്റെ അജ്ഞാനമാണ്, എൻ്റെ അറിവില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം. ആ അറിവില്ലായ്മ മാറിക്കഴിഞ്ഞാൽ, അജ്ഞാനനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ആനന്ദം മാത്രം. ആത്മജ്ഞാനികളുടെ സ്റ്റേജാണ്. നമ്മൾ എത്തിച്ചേരേണ്ട തലം അതാണ്. അതാണ് ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറയുന്നത്. പരമമായതിനെ നേടിയെടുക്കൽ എങ്ങനെയാണ്? അറിവിലൂടെ മാത്രം. ജ്ഞാനേനൈവ കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യം ഉള്ളൂ, മോക്ഷമുള്ളൂ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു 2 വാക്യങ്ങൾ നമ്മളെപ്പോഴും ഓർമ്മിക്കാനുള്ളത്. ഓം ബ്രഹ്മാനന്ദ വലിയിൽ ആദ്യത്തെ ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത എന്ന് പറഞ്ഞാൽ അതിനാൽ പറയപ്പെട്ടിരിക്കുന്നത് എന്ത്? ബ്രഹ്മമാണ് ഏറ്റവും
ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഏറ്റവും പരമമായത് നേടുന്നു. അതുകൊണ്ട് പറയുന്നു, എന്താ പറയുന്നത്? ബ്രഹ്മത്തിൻ്റെ ലക്ഷണം സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ. 3 ലക്ഷണങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ളത് എവിടെയുണ്ടോ അത് ബ്രഹ്മം. ഇങ്ങനെയുള്ളതേ ഉള്ളൂ. അത് കാരണം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആനന്ദം, ബ്രഹ്മത്തിൻ്റെ ലക്ഷണം ആനന്ദം. ആനന്ദം മാത്രമേ ഉള്ളൂ. സുഖം ദുഃഖം എന്നുള്ളത് ആനന്ദം എന്ന ആധാരത്തിൽ താൽക്കാലികമായിട്ട് മനസ്സിനും ബുദ്ധിക്കും അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ മാത്രമാണ്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും. എത്ര വലിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഇത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ അയാൾക്കറിയാം ഇത് താൽക്കാലികമായിട്ട് എനിക്ക് തോന്നാം, ബാക്കിയൊക്കെ എൻ്റെ സങ്കല്പങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതാണ് ഉപനിഷത്ത് പഠിച്ചാലുള്ള നമുക്കുണ്ടാവുന്ന ഗുണം. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഭയം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എല്ലാം ബ്രഹ്മമായിരിക്കുമ്പോൾ, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ലെങ്കിൽ ഞാൻ എന്തിനെ ഭയക്കുന്നു? അതുപോലും ബ്രഹ്മമാണ്. എന്തിനു ഭയക്കണം? ഇവിടെയാണ് നമ്മൾ ഈ ഹൈന്ദവ ദർശനങ്ങൾ ഗോഡ് ഫിയറിങ്, എനിക്ക് ദൈവത്തിന് ഭയമാണ്. ഹിന്ദു ഒരിക്കലും പറയില്ല. ദൈവത്തിന് നമ്മൾ ഭയപ്പെടുന്നു. ദൈവം കാരുണ്യമൂർത്തി, പ്രേമമൂർത്തി എന്നൊക്കെയാ പറയാം. മയാ പ്രോതമിതം സർവം സൂത്രേ മണിഗണായോ, അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഞാനാണ് എല്ലാവരിലും കൂടി ചേർന്ന് നിൽക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാനാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്, വസ്തുവായിട്ടും കാലമായിട്ടും ദേശമായിട്ടും. അപ്പോൾ നമ്മൾ എന്തൊന്ന് കണ്ടാൽ, യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പത് നാരായണ നാമം, നമ്മളിതൊക്കെ ചെല്ലും, കാണാപ്പാടവും ചെല്ലും. ജീവിതത്തിൽ പകർത്താറുണ്ടോ ചോദിച്ചാൽ ഇന്നു മുതലെങ്കിലും പകർത്താൻ തുടങ്ങണം, അനുഭവിക്കണം. അപ്പോഴേ ജീവിതം എവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ നമ്മൾ ജനിച്ചത് ആ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓം നമഃ ശിവായ.